ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ക്രിസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ. നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആവാൻ തുടങ്ങുന്നു. വേനലെല്ലാം കഴിയാൻ പോകുന്നു. ചെറിയ മഴകളൊക്കെ പലയിടങ്ങളിലും ഉണ്ടായി. ഇപ്പം ഞാൻ വന്നേക്കുന്ന വീഡിയോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൽ വരുന്നൊരു ചെറിയൊരു പ്രശ്ന പരിഹാരവുമായിട്ടാണ്. നമുക്കറിയാം, ചില അഗ്ലോണിമകൾ ഈ കൂമ്പ് ലീഫ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ലീഫ് വിടരാതെ, ഇങ്ങനെയുള്ളൊരു ലീഫ് വിടർന്ന് വരാതെ അങ്ങനെ ദിവസങ്ങളോളം നിൽക്കും. ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ഇങ്ങനെ ശരിക്കും വിടർന്നത് വരണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് വരും. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഈ ലെവലിലേക്ക് എത്തും. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരും. പിന്നെ അത് നല്ല പ്ലാന്റായിട്ട് വരും. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് കുറച്ച് പ്രാവശ്യം ഇതുപോലെ എന്താണ് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇങ്ങനെ വിടരാതെ വന്ന് അതിൻ്റെ ലീഫ് ഇങ്ങനെ വിടർന്ന് വരാതെ വന്ന് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഇലയുടെ അടിഭാഗവും അതിൻ്റെ തണ്ടും എല്ലാം ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് ഈ വെള്ളീച്ച വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് എല്ലാം നശിച്ചു പോകും. അത് അടുത്ത പ്ലാന്റിലേക്ക് കയറി വരും. അവിടെ നിന്ന് അതിൻ്റെ അടുത്തിരിക്കുന്ന പ്ലാന്റിലേക്ക്, അങ്ങനെ എല്ലാ പ്ലാന്റ്സും അങ്ങനെ നശിക്കാനിടയുണ്ട്. അപ്പം അങ്ങനെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം ഞാൻ ഇടയ്ക്ക് നേരത്തെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഞാനൊന്ന് ഇലയൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അതിനകത്ത് നന്നായിട്ട് വെള്ളീച്ച. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ കൂമ്പ് ഭാഗത്ത് നിറയെ മൊട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയത് ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് ഓർത്ത് ഞാൻ അതൊന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് കുറേ കറുത്ത ഉറുമ്പുകൾ. ഈ ഉറുമ്പ് വന്ന് അതിൻ്റെ കൂമ്പ് ഭാഗത്ത് വന്ന് കൂട് കൂട്ടുക, അല്ലെങ്കിൽ ആ ഉറുമ്പുകൾ താമസമാക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളീച്ച ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളീച്ചയെ ചിലപ്പോൾ ആ വെള്ളീച്ചയെ ഭക്ഷിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ ഈ വെള്ളീച്ച എന്ന് പറയുന്ന ഒരു ജീവനുള്ള വസ്തുവാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഈ ഉറുമ്പുകൾ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഇത് സെൻസ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള 2 റൂട്ടോട് കൂടിയ നല്ല പ്ലാന്റാണ്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഞാനിതിൻ്റെ കൂമ്പ് ഭാഗം ശ്രദ്ധിക്കുന്നത്. കണ്ടോ, നമുക്കത് നോക്കിയാൽ കാണാം, നിറച്ച് ഉറുമ്പുകളായിരുന്നു. അപ്പോൾ എൻ്റെ ഇല കണ്ടോ, ഇല അങ്ങ് വല്ലാണ്ട് ചുരുണ്ടുപോയി. അത് നിറച്ച് മൊട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൊട്ടെല്ലാം ഞാൻ കട്ട് ചെയ്തു. കണ്ടത് ഈ ഭാഗത്തൊക്കെ മൊട്ടുകളിരിക്കുന്നുണ്ട്. നല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ കൂമ്പ് ഭാഗത്തെല്ലാം വെള്ളീച്ച വന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ ഇന്നലെ എടുത്തിട്ട് അതിൻ്റെ മരുന്നൊക്കെ അടിച്ച് വെച്ചതാണ്. നമ്മളിതിങ്ങനെ കൈ കൊണ്ട് എടുത്ത് അതിനെ തൂത്ത് ഞെക്കി കഴിഞ്ഞാൽ അതങ്ങ് ചത്തു പൊക്കോളും. ഇങ്ങനെ ഞാൻ കാണിച്ചാൽ മതി. ഇന്നലെ എല്ലാം ഞാൻ എടുത്തത് വൃത്തിയായിട്ട് വെച്ചതാണ്. ഉണ്ടോ, നല്ല പ്ലാന്റാണ് അത്. പക്ഷേ ഈ വെള്ളീച്ച വന്നാൽ പിന്നെ ആ പ്ലാന്റ് നമുക്ക് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഭംഗിയാവില്ല. അതെനിക്ക് തോന്നുന്നത് ഈ കുറച്ച് ലീഫിന് കട്ടിയുള്ളൊരു ലീഫുകൾ വരുന്ന പ്ലാന്റിലാണ് അങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്ക് അതിനകത്ത് തൈയായി. ഉണ്ടാവും പുതിയ തൈകൾ, മുളകളൊക്കെ പൊട്ടി വന്നിട്ട് ഉണ്ടായിരുന്ന മുളകളാണ്. പക്ഷെ അത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ഇവിടെ നിന്ന് പക്ഷേ ഒരു തൈ കയറി വരുന്നുണ്ട്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ചെറിയൊരു മുള ഉണ്ടായിരുന്നു, പക്ഷെ അത് കയറി വരുന്നുണ്ട്. പക്ഷേ ഈ കയറി വരണമുണ്ടെങ്കിലും കണ്ടോ, അതിൻ്റെ അകത്ത് ഈ വെള്ളീച്ച എന്ന് പറഞ്ഞ സാധനം കയറി പറ്റി. ഞാനത് രാവിലെ എൻ്റെ എല്ലാ പ്ലാന്റും എടുത്ത് ഞാനതെല്ലാം ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വെള്ളീച്ച ഉണ്ട്. ഈ വെള്ളീച്ച ഇരിക്കുന്നുണ്ട് കണ്ടത്, ഈ ഭാഗത്ത് ഒരു വെളുത്ത കണ്ടോ, ഇതാണ് ഈ വെള്ളീച്ച. അതിനത് ഇങ്ങനെ അങ്ങ് തൂത്താൽ മതി. കണ്ടോ, ഇങ്ങനെ അങ്ങ് തൂത്ത് അതിനെ ഞാൻ കൊല്ലുക.
കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടോ ഇത് നോക്കി, ലീഫ് നിറച്ചിരിക്കണുണ്ടോ? ഇത് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് പോയി. അത് ഞാനത് കൈയോടെ പിടികൂടി ഞാനതിനെ. ഉണ്ടോ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഒരു പ്ലാന്റിൽ വരുത്താതെ നോക്കുക. ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അത് ചെയ്യാത്തതുകൊണ്ട് അത് ഇപ്പന്മാർ കയറി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ എനിക്കിതിനകത്തുനിന്നൊരു 10-20 തൈയല്ല എനിക്കിതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത്രയ്ക്ക് നല്ല തൈകളാണ്. ഉണ്ടോ ഇവിടേക്ക് 8 കാലിയും കൂട് കൂട്ടിയിട്ടുണ്ട്. ഉണ്ടോ അതിൻ്റെ കൂമ്പ് കണ്ടോ? ആ കൂമ്പ് വിടരാതെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒന്ന് പരീക്ഷിച്ചത്. ഉണ്ടോ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്ന ഞാൻ നിരീക്ഷിച്ച് നോക്കിയിട്ട് ഇതുപോലത്തെ ഇങ്ങനെ വലിപ്പം വെക്കണ കുറച്ച് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റിലാണ് ഈ സംഭവം കയറി പറ്റണമെന്നാണ് എൻ്റെ തോന്നൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കഴിക്കാനുള്ള വെള്ളവും നീരും ഒക്കെ ഇതിനകത്തുള്ള പ്ലാന്റ് വേണമല്ലോ സെലക്ട് ചെയ്യാൻ. അതായിരിക്കും അപ്പോൾ ഇവന്മാർ ഇതിനെ സെലക്ട് ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇതിനകത്ത് ആ ഒരു കറുത്തിരിക്കുന്ന ഒരവസ്ഥ എന്താ. നമുക്കിത് ഞാനിത് ഇന്ന് രാവിലെ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഇതിന് ഞാനിങ്ങ് മാറ്റി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന വെള്ളീച്ചയെ ഞാൻ കളയാതെ ഇങ്ങ് മാറ്റി വെച്ചത്. ഈ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചത്. ഞാനിപ്പോൾ പുറത്ത് പോയി അതിനുള്ള മരുന്നും വാങ്ങിച്ച് ആ മരുന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അത് മാറ്റിവെച്ചത്. പിന്നെ ഈ വെള്ളീച്ച ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ട് ഈ വെള്ളീച്ച ഇനി നമ്മൾ പ്ലാന്റിൻ്റെ വേറെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് ഒറ്റപ്പെട്ട് ചെറിയ വെയിലുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റി വെച്ച ഇതുങ്ങളൊക്കെ പോകും. പക്ഷെ അത് എന്തായാലും അത് അടുത്ത് തണലത്തിരിക്കുന്ന ചെടിയിലേക്കായിരിക്കുമല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളയുന്ന കാര്യമില്ല. നമ്മൾ മാറ്റി വെച്ച് അതിനെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല. അതിനെ കൈയോടെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചെടി കയറി പിടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ആ വെള്ളീച്ച വന്ന പ്ലാന്റ് രക്ഷപ്പെടും, പക്ഷേ അടുത്ത ചെടിയിലേക്ക് പോകും. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതിങ്ങനെ എടുത്ത് അങ്ങോട്ട് അതിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അത് ആർക്കും ശല്യം ഉണ്ടാവില്ല. കണ്ടോ ഇത്ര നല്ല ഭംഗിയുള്ള പ്ലാന്റാണെന്ന് നോക്കിക്കേ. ഇത് നശിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരിക്കും. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ്. ഉണ്ടോ ഇനി ഞാനിതിൻ്റെ എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മരുന്ന്. മാണിക് എന്ന് പറയും. ടാറ്റയുടെ പ്രൊഡക്റ്റാണ്. ഉണ്ടോ മാണിക്. ഉണ്ടോ ഈ മരുന്നാണ് ഞാൻ വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിങ്ങനെയാണ് ഒരു കവറിലാണ് വരുന്നത്. അത് ഞാൻ പൊട്ടിച്ച് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് 2 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്കാണ് കേട്ടോ. ഞാൻ കറക്റ്റ് 2 ഗ്രാം എന്ന് പറഞ്ഞൊന്നും അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഇതിപ്പോൾ ഇത്രയും ഉണ്ട്, ഇത്രയും എടുക്കും. അത് ഈ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കഴിഞ്ഞു. എന്നിട്ട് ഞാനത് സ്പ്രെയറിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല പോലെ ഇതിൻ്റെ മേളുവശത്തും എന്താ നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്യുക. എന്താ ഇതൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ സ്പ്രേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിൽ കൂടിയൊക്കെ ഒന്ന് ആക്കണം കേട്ടോ. നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഇലയുടെ അടിയിലും ഉണ്ടോ അത് ഞാനങ്ങ് ഫുള്ള് അങ്ങ് ഇതിനകത്ത് അങ്ങോട്ട് ഇനി ഒരു 2 ദിവസം കൂടി അല്ലെങ്കിൽ 1 ദിവസം കൂടി ഒന്ന് വെച്ചാൽ മതി. എൻ്റെ സൺറൂഫിനകത്തൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാനതൊക്കെ എല്ലാം ഇതിനകത്ത്. ഇത് എക്സോട്ടിക് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അതിനകത്തുണ്ടായിരുന്നു സുമാത്ര
ഇത് സ്കൈലൈൻ എന്ന് പറഞ്ഞ റെഡ് സ്കൈലൈൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. സിയാൻ ഡയമണ്ട്, പിങ്ക് പനാമ, ഇതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഹെർലിക്യൂ എന്ന് പറഞ്ഞൊരു സാധനമാണ്. നല്ല റയർ പ്ലാന്റാണ്, നല്ല കോസ്റ്റ്ലി സാധനമാണ്. അതിനകത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് വിടർന്നു വന്നുണ്ടാവും. ഹെർലിക്യൂ ഇപ്പം നല്ല ഭംഗിയായി. ഇനി ഞാനിതെല്ലാം എൻ്റെ എല്ലാ ഫുൾ പ്ലാന്റുകളുടെ സ്റ്റാൻഡേർഡിലൊക്കെ വെച്ചേക്കുന്ന പ്ലാന്റുകളുണ്ട്. അതിലെല്ലാം ഒന്ന് അടിച്ചിട്ട് ഞാൻ വരാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടൊരു സ്നേഹ ഉപദേശം. എല്ലാവരും ഈ വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് എന്തെന്നാ അതിൻ്റെ പേര്, മാണിക്ക് എന്ന് പറഞ്ഞൊരു മരുന്നാണ്. അത് ഉപയോഗിക്കുക. എന്തെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ഒരു ചെറിയ ഉറുമ്പ് ശല്യമോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ എവിടെയെങ്കിലും ലീഫിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. എന്നിട്ടത് ഇതടിച്ച് അതിനെ നശിപ്പിക്കുക. നമ്മുടെ പ്ലാന്റുകളെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നോളും, കുഴപ്പമില്ല. ഇതെല്ലാം ഇതൊക്കെ ഞാൻ പറിച്ചു വെച്ചേക്കനാണ് ലെമൺ ഗ്രീൻ. ഇപ്പം ഞാൻ ആ കാണിച്ച പ്ലാന്റിൽ നിന്ന് ലാസ്റ്റ് ടൈം കിട്ടിയ തൈകളാണ്. ഉണ്ട് ഒരു 6-7 തൈ ഉണ്ടായിരുന്നു. അതിനകത്ത് 1-2 സെയിലായി. ഇത് ഞാൻ സെയിലിന് വെച്ചേക്കണ പ്ലാന്റ്സുകളാണ്. കുറേയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ തൈകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേക ഒരു നല്ലൊരു ഉപദേശം നിങ്ങൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവരും ഇതൊന്ന് നോക്കുക. പിന്നെ നമ്മുടെ ബോഗൺവില്ലയിലാണ് ഇപ്പോൾ എല്ലാവരും തിരഞ്ഞ് നടക്കുന്നത് പുതിയ വെറൈറ്റികൾക്ക് വേണ്ടിയിട്ട്. വേറെ ബോഗൺവില്ല നല്ലത് തന്നെയാണ്, പക്ഷേ മഴക്കാലത്ത് അതൊരു പ്രശ്നം തന്നെയാണ്. ഇതാണെങ്കിൽ നമുക്ക് മഴയത്തും വേനൽക്കും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് സൂക്ഷിക്കുക. ഇലപ്പേന് അല്ലെങ്കിൽ വെള്ളീച്ച അങ്ങനെയുള്ളത് നോക്കുക. പിന്നെ വേര് ചീഞ്ഞു പോകാതിരിക്കാനുള്ള മരുന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് നനയ്ക്കണ കൂട്ടത്തിൽ ആ വേര് ചീച്ചലിനുള്ള സൂഡോമോണസ് ഒന്ന് ഒഴിച്ചാൽ മതി. പിന്നെ വെള്ളീച്ചയ്ക്കുള്ള മാസത്തിൽ 1 ദിവസം അല്ലെങ്കിൽ അതൊരു കണക്കപ്പോൾ ആ ഒരു 30 ദിവസം കൂടുമ്പോൾ വെള്ളീച്ചയ്ക്കോ ഇലപ്പേനോ ഉള്ളതൊന്ന് മാറി അടിച്ചാൽ മതി. വന്നിട്ട് നമ്മളതിൻ്റെ പരിഹാരം കാണുന്നേക്കാൾ നല്ലത് അത് വരണേക്ക് മുമ്പേ നമ്മളൊന്ന് മരുന്നൊക്കെ പ്രയോഗിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.